ആര് കിണറ്റിൽ വീണ്? ആരും വീണ്ടൊന്നുമില്ലടാ. വീണിട്ട് മോളെ കാതിൽ വീണോയിടാ. അതാ പേര്. കാതില കുഞ്ചമ്പളപ്പനാ എന്നാ വേഗം കിട്ടൂട്ടാ. വീണട്ടാ. നേരത്തെ വീണോ? കൊറേ നേരമായി. എന്ത് വേണോട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? കമ്മല് കിട്ടും. കുഞ്ഞമ്പട്ട കിഞ്ഞിട്ടുണ്ടല്ല. ഇങ്ങ വന്നേ. കുഞ്ഞാമ്പിളപ്പാ ആടെ നോക്കിയേ, ആടെ നോക്കിയേ. ആടെ ഉണ്ടാവുമല്ലേ? പിന്നല്ലാണ്ട് നോക്ക്. കൊറേ സമയം പെരങ്ങി പെരങ്ങി കളിക്കുന്നു. ചോദിച്ചേ എളപ്പാ ഇടാ ഇടാ. ശ്വാസം കിട്ടുന്നുണ്ടോ? പൊളിഞ്ഞു വീണല്ലോ. ഇത് ഏടെ പൊളിഞ്ഞത്? വായിച്ച വെള്ളം കിട്ടിയില്ലല്ലേ പറമ്മ. ഇവിടുത്തെ നോക്കട്ടെ. അയ്യോ എന്റെ തമ്പച്ചമ്മേ. അപ്പുറം കാറ്റ് പോയാ പഞ്ചറായി. എന്താ പോയല്ലേ? അയ്യോ അയ്യോ അയ്യോ. അത് വണ്ടിക്ക് ചെറിയൊരു പ്രഷർ. ടയർ പഞ്ചറായി. കേട്ടാ ഒന്ന് കൈ വെക്കറ. അയ്യോ എനക്കാവൂലപ്പാ. എന്റെ ഡെസ്കിന് കംപ്ലൈന്റ് ആവൂല. എന്ത് ഇയാളെ ഈടുന്ന് കിട്ടീനപ്പാ. ആടെ പറ. എന്ത് കേട്ടാ? നിങ്ങളെക്കാളും പ്രായമുണ്ടല്ലോ വണ്ടി. ഞാൻ അപ്പളേ പറഞ്ഞാന്ന് ഈ കുടിസ് വണ്ടി എടുത്തിട്ട് വരണ്ടാന്ന്. ഇന്ത്യനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാ? ഈ വണ്ടി ആയതുകൊണ്ട് ഓഫ് റോഡ് കാണുന്നതിന് എടുത്തോളം വന്നത്. ഇന്നിന് പോണ കുഞ്ഞാ, തുടക്കം തന്നെ വിഘ്നായില്ലേ? വിഘ്നം വന്നാല് വിശ്വസത്തരിന്നല്ലേ ചെയ്യും. നമുക്ക് ഇന്ന് തന്നെ പോവാ. എന്തായണേ? കിട്ടിട്ടപ്പാ. ഇത് കിട്ടാൻ വലിയ വകുപ്പൊന്നുമില്ല. ഇല്ല അതന്നെ. ചെറിയ സാധനല്ലേ. നീ ആ ചായരടിയെല്ലാം നേരാക്കിട്ടേ? നല്ല റെഡി തന്നെ. എന്റെ കുടുംബത്തിൽ ഇനിയുണ്ടോ മോനെ ഇമ്മാരി പീസ്? ഇനി ഇയാളെ കൂട്ടെ വേറെ ആളെ കൊണ്ടുണ്ട്. ഓനെങ്ങനെ അവിടെ പെരങ്ങി കളിക്കല്ലേ എന്ന് ഞാനിപ്പോ പറയേണ്ടത്. ഞാൻ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. അതേ പ്രശ്നം. നീ അവിടെ പറയേണ്ട ഇടക്ക് കുഞ്ഞ് ഭയങ്കര കരച്ചില്ലേ? ഓ എന്താണ് നോക്കണം, ശ്രദ്ധിക്കണം. ആടെ നോക്കി ഒന്നൂടാ. അങ്ങോട്ടൊന്നും ശ്വാസം മുട്ടുന്നുണ്ടാ? അയിലേ അയിലേ അങ്ങോട്ട് നോക്കിയേ. ഈടി വിഘ്നാണല്ലേ ടി? ആരോ കിണറ്റിൽ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ഫയർഫോഴ്സ് ഒന്നും കാണുന്നില്ല. ഫയർഫോഴ്സാ ഈ കാട്ടുമൂലക്ക? ഇങ്ങോട്ട് കാറിനെ കയറുന്നില്ല. അത് പാനി അവറ്റ വീണതായിരിക്കും. പാനി വീണേന് ഇത്ര ആളാ? അവര് വന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. കമ്മലും കിണറും വയറിലായി തോന്നുന്നു. ആൾക്കാർ കാറാക്കിട്ടാ കാണാൻ വരുന്നത്. വയറില് അതാ ചിന്നുവിനെ പെണ്ണു നോക്കാൻ പറ്റും. ചിന്നുവിനെ പെണ്ണാനാ?
നമസ്കാരം. നമസ്കാരം. പിന്നെ വയ്യൊന്നും തെറ്റിയിട്ടല്ല. ഒരിക്കൽ തെറ്റിന് പിന്നെ ചോദിച്ചിട്ട് വന്നു. അതെ അല്ലേ? ഇതെന്തിങ്ങനെ ആളോടീനി? അത് ഇവിടുത്തെ കുഞ്ഞീരെ കാതിൽ കിണറ്റിൽ വീണു. അത് കീഞ്ഞു നോക്കുന്നു. നീ ഓളെ പോയിട്ട് വിളിക്കട്ടോ. വാമനെ പെണ്ണ് കിടന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോക്കാമല്ലോ. പിന്നെ വേറെന്തുണ്ട്? പെണ്ണ് ഏടാന്ന് പറഞ്ഞ ഈ കിണറ്റിന്റെ അടുത്തുണ്ട്. ചക്കൻ നല്ല സിമ്പിൾ ചെക്കനല്ലേ തമ്പയമ്മേ? അതെ. മോളെ ഇതാന്ന് ചെക്കൻ. പ്രജീഷ്. സുഖല്ലേ? നിങ്ങൾക്ക് സുഖം തന്നെയാ? ആ സുഖം തന്നെ. പ്രജീഷിന് പറ്റ പെണ്ണന്നെ കേട്ടാ. നിറലേശം കുറവന്നേ ഇല്ലു. ഇവിടെ നല്ല ചൂടല്ലേ? ചൂടന്നെ. ആടവൻ 24 മണിക്കൂർ AC-ലാന്ന്. വെക്കാനും വാങ്ങാനല്ല അറിയോ? അറിയാം. ഇതെന്ത് കാതിലും കൗത്തിലൊന്നും ഇടാത്തത്? എല്ലാം പെട്ടിയിൽ വെച്ചിട്ടുണ്ടാവുമല്ലേ മംഗലത്തിന് ഇടാൻ വേണ്ടിട്ട്? അതല്ല പിന്നെ പറയാ. നീ അവിടെ സംസാരിക്കാൻ വിടും. കാണാൻ മാമി കൊടുക്ക്. വാടാ. അതെ അതെ അതെ. എന്നാ ഇവര് സംസാരിക്കട്ടെ അല്ലേ? പോകാനൊന്നുമില്ലപ്പാ. ഇതല്ലേ നല്ലൊരു ചായ അതല്ലേ എന്റെ ഒരു സ്റ്റൈല്. ഏളിയോ വാന്ന് വരുന്നു. നിങ്ങൾ നടന്നു, ഞാൻ നോക്കിട്ട് വരാം. നല്ല വെള്ളം അല്ലേ? എന്താ തുള്ളുന്നുണ്ടാ? ഒരു ചങ്ങായി തുള്ളിട്ടുണ്ട്. ആടുന്ന് വേനക്കല്ല് കളിക്കുന്നു. ഇന്നലെ ഏത് ബ്രാൻഡ്? ബ്രാൻഡല്ല, ബ്രാൻഡ് ബ്രാൻഡ് ആണോ? ശോഭച്ചി, ചിന്നുവിന്റെ കാര്യം ഉറപ്പിച്ചോ? ചിന്നുന്റെ അത് ഉറപ്പിച്ചതുപോലെ തന്നെടാ. സാരില്ല മോനെ, എനിക്ക് വേറെ പെണ്ണെ കിട്ടും. അയാൾ കിണ്ണത്തിൽ വീണ കൂറാനൊക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ചിന്നു നല്ല മുള കേട്ടോ. ഒന്നും നോക്കണ്ട, കഴിച്ചു. വെള്ളം വേണ്ട. നന്നായി, അതും ലാഭമായി. ചിന്നു തന്നെ പേര്? ചിന്നൂന്ന് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ശരിക്കും പേര് അർച്ചനാന്നാണ്. ഓ ശരി. മുട്ടായി വേണം തിന്നു നോക്കോട്ടോ. ഞങ്ങളായിരുന്നു ബേക്കറിന്ന് മേടിച്ചേ. നല്ല മുട്ടായി. ഞാൻ വീട്ടിൽ പോയിട്ട് തിന്നോളാം. അതെ അല്ലേ? പിന്നെ അമ്മക്ക് ഇപ്പൊ ഒരു നിർബന്ധം, ഇപ്പൊ എന്നെ മംഗലയിക്കണെന്ന്. അതുകൊണ്ട് പിന്നെ അതെ അല്ലേ? അമ്മക്ക് മാത്രമേ നിർബന്ധമില്ലൂ. എനിക്ക് മെച്ചോടായി വരുന്നല്ലോ. ഇതെന്തീ കൈക്കെല്ലാം വരച്ചു വെച്ചിന്? കഴിക്കല് ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ? ഓ കൈക്കയിലു അല്ല വേറെ ഉണ്ടാ? ഇപ്പൊ കഴിക്കല്ലോ. ചോദിക്കുന്നുണ്ടോന്നും തോന്നിക്കൂടാ. ഈ സ്കൂളിലെല്ലാം പഠിച്ചതല്ലേ? എന്തെങ്കിലും ഉണ്ടാ മനസ്സിലാരെങ്കിലും? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഓർമ്മിച്ചൊക്കണ്ട. അങ്ങനെ ആൾക്കാരെ ഞാൻ അങ്ങനെ ഓർമ്മിച്ചൊക്കെ അല്ലേ? പിന്നെ അച്ഛനമ്മലം പറയുന്നത് എന്തെന്ന് അതുപോലെ തന്നെ ഞാനും അങ്ങനെ. അച്ഛനമ്മ തന്നെ അതന്നെ. അതെ അല്ലേ? ക്ഷീണാവുന്നുണ്ടാ? ശ്രദ്ധിച്ച് കരുതാന്നാലേ.
കുഞ്ഞമ്മോ ഇതാണിണ്ടാ കുഞ്ഞമ്മോ കുഞ്ഞമ്മോ എന്തൊക്കെ ഒന്ന് പറയണോ കുഞ്ഞമ്മോ നീ എന്തെങ്കിലും പറയണോ എന്തെങ്കിലും മുണ്ടിക്കൂടെ എനിക്ക് ആ കിട്ടി കിട്ടി കിട്ടിപ്പോ സന്തോഷായി ആൾക്ക് അതിന്റെ അടിവശം അറിയൂ ആളിറങ്ങിയ എന്തായാലും അതന്നെ തെറിച്ചു വീണതല്ലേ അതാ നല്ലോണം പിടിക്കണത്. എനിക്ക് കുഞ്ഞുപട്ടം കയറിയില്ലേ കുഴപ്പമില്ല, നമ്മൾ കിട്ടിയില്ലേ. നോക്കി നോക്കി എന്നാ പിന്നെ മംഗലം കഴിച്ചോരാ പാങ്ങില്ലവരെല്ലാം മംഗലം കഴിച്ചു. ഇപ്പൊ കാണാൻ ഗന്ധർവനെ പോലെ ഉണ്ടാളെ കാട്ടാളിനെ പോലെ തോന്നി. കീഞ്ഞേങ്ങ കീ ആ പിടിച്ച കൈ പിടിച്ചു. ആ ചെരുപ്പിട് ആ കൊടുക്ക്. സമാധാനായിപ്പാ. ഓ ഓമോ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായല്ലോ കുഞ്ഞമ്പേട്ട. ഒരു 2500 റുപ്യ അധികം ആവും വേണം. കിണറ്റില് കീഞ്ഞതിന് 2500. പിന്നെ അല്ലാണ്ട് അധികം എന്ന് പറയുന്നതിന് കീഞ്ഞതിന് 2500, കേറിയതിന് 2000. കീഞ്ഞാക്കാറുണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞു. നീ കീഞ്ഞാക്കാറുണ്ടേ ഇയാളെ വിളിക്കണ്ടായിരുന്നു. അത് കുറച്ച് കൂടുതലല്ലേ കുഞ്ഞമ്പേട്ടു? അത്രയും കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒക്കെ കുറച്ച് പൈസ കൊണ്ടിട്ട് പുതിയ കമ്മല് മേടിക്കായിരുന്നില്ലേ? എന്നാ മേടിക്കായിരുന്നില്ലേ? പിന്നെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണായിരുന്ന? നീ പൈസ തരാണ്ട് ഈ കമ്മല് നിനക്ക് തരിയില്ല വേണോ? അത്രയും പൈസ തരാൻ എന്നെ കൊണ്ട് കയ്യിലെന്നാ? നീ പൈസ തന്നാൽ ഈ കമ്മല് തരും. മനസ്സിലായി എനിക്ക്? ഇല്ലെങ്കിൽ കിട്ടാനുള്ള വഴി ഞാൻ നോക്കും. എന്ത് വഴി നീ നോക്കലേ? പറ കേക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കമ്മല് ഞാൻ മേടിക്കും. ഓഹോ അത് നന്നായി. പണിയെടുപ്പിച്ചിട്ട് ആ പൈസ ചോദിക്കുമ്പോ തരൂലെന്ന് പറഞ്ഞിട്ട് ഈ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നല്ലേ? ആ ഇതെന്റെ കൈമലുണ്ടെങ്കിലല്ലേ മണിക്കൂലൂ. ഇറങ്ങിട്ട് എടുക്ക്. ഇവൻ എന്തേ പണിയെടുത്ത്? കൊച്ചിനോടാ കണി. കിണറ്റിട്ടല്ലോ. പൈസ ഒരുത്തരൊരു ഉപകാരം ചെയ്തോളാം.